നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ, അതും ഈ സമയത്ത്. അതുകൊള്ളാം. മിസ്റ്റർ പ്രസാദല്ലേ പറഞ്ഞത് വീട്ടിലേക്ക് വരണമെന്നൊക്കെ? അതെ അതെ, എങ്കിലും വീട് കണ്ടുപിടിച്ച് വലിയ ബുദ്ധിമുട്ടി നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ആ വരൂ വരൂ, അകത്തേക്ക് ഇരിക്കാം. പുഷ്പചേട്ടാ കുടിക്കാൻ കൊണ്ടുവരാം. വരൂ, ഇരിക്കാം ഇരിക്കാം. അല്ല, വരാനും വീട് കണ്ടുപിടിക്കാനും വലിയ പ്രയാസമായിരുന്നു അല്ലേ? എക്സാക്ട്ലി. ആകെ ദുരിതം പിടിച്ച ദിവസമായിരുന്നു. ഒരു വഴിക്ക് വന്നപ്പോ അവിടെ റോഡ് പണി, മറ്റൊരു വഴി കണ്ടുപിടിച്ച് വന്നപ്പോ അവിടെ ഉത്സവത്തിന്റെ തിരക്ക്. ചുറ്റിപ്പോയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. കാറൊക്കെ വഴിയിലിട്ടിട്ട് നടന്ന് തളർന്ന ഈ വരവ് തന്നെ. മനസ്സിലായി. ഇവിടെ അടുത്ത് വലിയൊരു അമ്പലമുണ്ട്, ദീപാവലി കുളിച്ച് കൊടിയേറുന്നൊരു അമ്പലം. ആ, പറയെഴുന്നള്ളിപ്പ് ദിവസം കൂടിയാണെന്ന്. അതിന്റെ പേരില് വഴി ബ്ലോക്ക് ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ബൈ റോഡുണ്ട്. സാറിനത് അറിയാത്തോണ്ടാ. ഓ, ഇതൊന്ന് കഴിച്ചാട്ടെ. ദീപാവലിക്ക് പൂജ നടത്തിയ പ്രസാദമാ. കുടിക്കാനുള്ളത് രണ്ടാമത് എടുക്കാം. തൽക്കാലം ഇത് മതി. പക്ഷേ കുടിക്കാൻ മാത്രം പോരാ. ഭക്ഷണവും കഴിച്ചേ നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ. എന്തു പറയുന്നു? ആണോ? എനിക്ക് വലിയ സന്തോഷം. പുഷ്പൻ ചേട്ടാ, അഞ്ജലിയോട് പറ, സാറിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് പോവാൻ. എന്തിന്? പകല് തന്നെ ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടതല്ലേ. ഇവരെ ഡീൽ ചെയ്യാൻ ഇവിടുന്ന് ഞാൻ മതി. ഒരു 10 മിനിറ്റ്. ഭാസിമാനെ കൂടെ ഒന്ന് വന്നേ. സാറിന്റെ ഇഷ്ട ഭക്ഷണം എന്താണെന്ന് പറഞ്ഞാ ഞാൻ ഉണ്ടാക്കി തരാം. വാ, എണീറ്റേ. ഇങ്ങ് വന്നേ. പിന്നെ നിങ്ങളുടെ അമ്മ ഈവൻസിന്റെ കാര്യമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? എന്തു പറയുന്നു? സാറാ പേര് മറന്നില്ലല്ലേ? നന്നായി പോകുന്നു സർ. ദൈവാനുഗ്രഹം കൊണ്ട് കാറ്ററിംഗിന് നല്ലൊരു ടീമുണ്ട് സർ. നന്നായി. പേര് മറന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡും ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചാൽ അപ്പം ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കും. വിശ്വസിക്കാം. വളരെ നന്ദി സർ. അവിടെ നമ്മുടെ എക്സ്-മേയർ വർമ്മ സാറിനുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് വലിയ മതിപ്പാ. എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇവന്റ്സ് എന്തെങ്കിലും വന്നാൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കണമെന്ന്. എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ. അയ്യോ, കട്ടായല്ലോ. ഇവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. 1 മിനിറ്റ്. പുഷ്പൻ ചേട്ടാ, ദേവർ ഇറങ്ങാണേ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് വെക്കില്ലേ? ഞാൻ നിങ്ങളുടെ കോള് പ്രതീക്ഷിച്ചതാ. നിങ്ങൾ ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും എന്തായി? എന്റെ ശത്രുക്കൾ സുരക്ഷിതരായി കോടതിയിൽ വന്ന് ഒപ്പിട്ട് മടങ്ങി. വലിയ വർത്തമാനങ്ങൾ പറഞ്ഞത് ഞാനല്ല മേഘനാഥ സാറേ. അവര് വന്നേക്കൊന്നും ഞാൻ സൂചന തന്നിരുന്നതാ. അവര് വന്നാ പിന്നെ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞത് സാറായിരുന്നു. വളരെ ബുദ്ധിപൂർവ്വം അവര് കാര്യങ്ങളൊക്കെ നടത്തി എന്നെ തന്നെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. ഇനി എന്താ വഴിയെന്ന് പറ, അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. അതെ, ഇത് കുറച്ച് ദീപാവലി സ്വീറ്റ്സാ. പ്രസാദിന്റെ സ്പെഷ്യൽ സമ്മാനം. ഓഹോ, അത് ശരി. അഞ്ജലി കാറ്ററിംഗിന് അമ്മ ഇവന്റ്സ് സ്വീറ്റ്സ് സമ്മാനിക്കുന്നു. ഇതാണ് സഹാറ മരുഭൂമിയിലേക്ക് മണലേറ്റി അയക്കുക എന്ന് പറയുന്നത്. ഡാടാ, നീ വെറുതെ പഴഞ്ചൊല്ലുന്ന അർത്ഥം തെറ്റിച്ച് പറയണ്ട. ഇത് അഞ്ജലിക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ അറിയാത്തോണ്ടൊന്നും അല്ല. ജസ്റ്റ് ഒരു സമ്മാനം, നമ്മുടെ സ്വന്തം അച്ചൂട്ടിന്. പിടിച്ചോളൂ. താങ്ക് യു അങ്കിൾ. മതി മതി.
ഇനി നിന്ന് താമസിക്കണ്ട, ഇറങ്ങാം നമുക്ക്. അഞ്ജലി, ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്, പുറത്ത് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. അഞ്ജലിക്ക് വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടിട്ട്. പിന്നീട് ഒരിക്കലാവാം പ്രസാദേട്ടാ, വെറുതെ സമയം കളയണ്ട. ശരി. വാ. ഏതായാലും ആ വന്നത് രാധയും നിങ്ങളുടെ മകനും തന്നെയാണ്. അത് ഞാൻ അന്വേഷിച്ചു. പക്ഷേ നമ്മളത് കോടതിയിൽ സമ്മതിക്കുന്നില്ല. നമ്മളത് അംഗീകരിച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ വാദം മുഴുവനും തകർന്ന് തരിപ്പണമാവും. നമ്മൾ കേസ് തോക്കും എന്നർത്ഥം. അങ്ങനെ തോക്കാൻ വേണ്ടിയല്ലല്ലോ ഇത്രയും കാലം ഓരോന്നോരോന്നായി ഒന്നും തകർത്ത് ഞാൻ ഇതുവരെ എത്തിയത്. നമ്മുടെ ഭാഗം ബലപ്പെടുത്താൻ വേറെന്ത് വഴിയുണ്ടെന്ന് വക്കീല് പറ. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ആ വന്നത് രാധയോ സുഭദ്രയുടെ മകനോ അല്ല. അത് ഏതോ 2 ആൾമാറാട്ടക്കാരാ. അവരെ വച്ച് പണിക്കർ വക്കീൽ ഒരു നാടകം കളിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ എതിർകക്ഷികളെ അവരുടെ ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തുന്ന രേഖകൾ സഹിതം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയാലേ നമുക്ക് ബോധ്യപ്പെടും. അതും മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വെച്ച് പോരാ, ഓപ്പൺ കോർട്ടിൽ തന്നെ അവർ ഹാജരാകണം. നമ്മൾ അങ്ങനൊരു വാദം ഉന്നയിച്ചാൽ അത് കോടതി അംഗീകരിക്കോ? അത് അംഗീകരിക്കണമല്ലോ. കോടതി പക്ഷപാതപരമല്ലെന്ന് കാണിക്കാനും അത് അത്യാവശ്യമാണ്. അങ്ങനെ കോടതി വീണ്ടും അവരെ വിളിച്ചു വരുത്തും. അന്നെങ്കിലും കരുതലോടെ ഇരുന്നാ മതി. നിങ്ങൾക്ക് അവരെ പൂട്ടാൻ സാധിക്കും, അതുറപ്പാ. തീർച്ചയായും വക്കീലെ, ഇനി ഞാൻ അവരെ കണ്ടാൽ പൂട്ടിയിട്ടേ അടങ്ങും. ആ പൂട്ടിൽ നിന്ന് അവർക്ക് ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതെന്റെ വാക്കാ. അതൊക്കെ സാറിന്റെ മിടുക്ക് പോലിരിക്കും. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ആ രാധയ്ക്ക് കോടതിയിൽ വന്ന താൻ തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മകളാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ സാറേ ആ കേസ് ഏത് വഴിക്ക് പോകുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവിടുത്തെ സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, മുമ്പ് ചെയ്തു പോയ കുറ്റകൃത്യങ്ങൾക്കെല്ലാം അതിന്റെ പുനരന്വേഷണം വരും. അതുകൊണ്ട് ഒന്നേ ചെയ്യാനുള്ളൂ, ആ രാധ ഒരു കാരണവശാലും ഒരിക്കൽ കൂടി കോടതി മുമ്പാകെ എത്തരുത്. അതിനു മുമ്പ് അവളെ തീർത്തിരിക്കണം സാറ്. അതെ, അതിനുള്ള അവസാന നീക്കത്തിലല്ല ഞാൻ. ഇടയന്റെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. കണ്ടുപിടിച്ചാൽ മാത്രം മതി. കണ്ടുപിടിക്കും ഞാൻ, കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.